ലിങ്ക്ഡിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ലിങ്ക്ഡിൽ ഒരുപാട് ആളുകൾക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണ്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് വരുന്ന ഡൗട്ട്സ് എന്താണെന്നാണ് വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 5 years ആയിട്ട് ബഹ്റൈൻ ബേസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ പേഴ്സണൽ ബ്രാൻഡിംഗ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ബിസിനസ് പേജ് ഹാൻഡിൽ ചെയ്യുക, ഫൗണ്ടേഴ്സ് പേജ് ഹാൻഡിൽ ചെയ്യുക, ലിങ്ക്ഡിൻ ആഡ്സ്, ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെബിന സുരേഷ് മേഡം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് അതുപോലെ തന്നെ ലിങ്ക്ഡിനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ തൊട്ട് ഈ ഒരു ടോക്കിൽ കവർ ചെയ്യാനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഐ ഇൻവൈറ്റ് മിസ് ഷെബിന സുരേഷ് ടു ടോക്ക് അബൌട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. താങ്ക് യു ഷെഫീഖ് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇതിന്റെ പോഡ്കാസ്റ്റ് ഫീൽഡിലുള്ള ഒരു ഫസ്റ്റ് സെഷനാണ്. ഓക്കെ, അപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ, എന്റെ കരിയർ ട്രാൻസിഷൻ പറഞ്ഞാൽ മാത്രമേ ലിങ്ക്ഡിനിൽ ഞാൻ എത്തുകയുള്ളൂ. ഓക്കെ, സോ ഒരു സ്മോൾ ഇൻട്രോ. ഐ എം ഷബ്ന സുരേഷ്. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ജേർണലിസ്റ്റ്. ഒരു 22ാമത്തെ വയസ്സിൽ എനിക്കൊരു കോർപ്പറേറ്റ് ജോബ് കിട്ടി. അതിനുശേഷം മാരീഡിന് ശേഷം സൗദിയിലോട്ട് മാറി. ഐ ടുക്ക് എ സ്മോൾ കരിയർ ഗ്യാപ് ഡേ. അവിടെ പക്ഷേ ഞാൻ ഫ്രീലാൻസ് കോളംനിസ്റ്റ് ആയിട്ട് അവിടുത്തെ മലയാളം സൗദി ന്യൂസ് പേപ്പർ ഡീലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട്. അതിനുശേഷം 2021-2024 ആ ഒരു പീരീഡിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ഷെയർ ചാറ്റ് ആപ്പിൽ ഞാൻ ഓപ്പറേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. 2024 ഒക്ടോബറിലാണ് ഞാൻ ബഹ്റൈനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. അതായത് എനിക്കിവിടെ ഒരു ജോബ് കിട്ടും, ഒരു സെക്യൂർ ജോബ് കിട്ടും, ബിക്കോസ് ഐ ഹാവ് ഇനഫ് സ്കിൽസ്, ഇനഫ് എക്സ്പീരിയൻസ്. മാത്രമല്ല ഞാൻ ബഹ്റൈനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തിരുന്നു, ഒരു ആഡ് ഓൺ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഐ തോട്ട് ഓക്കെ, എനിക്കൊരു ജോബ് കിട്ടും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ ഇവിടുത്തെ ജോബ് മാർക്കറ്റ്, ജോബ് എക്കണോമി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമായിരുന്നു. എന്റെ പഴയ നെറ്റ്വർക്കിംഗ്, എന്റെ പഴയ സ്കിൽസ് വെച്ച് എനിക്ക് ഇവിടെ എന്തായാലും ഒരു ജോബ് കിട്ടില്ല. സോ ഞാൻ എന്റെ ലിങ്ക്ഡിനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2018 ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും പോലെ അന്നേരം ജോബ് സെർച്ചിങ്ങിന് വേണ്ടി തുടങ്ങിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ മെല്ലെ ആദ്യം റിക്രൂട്ടേഴ്സിനെ സെർച്ച് ചെയ്യാനും അവരെ അട്രാക്ട് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ ലിങ്ക്ഡിൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് മെല്ലെ മെല്ലെ കോണ്ടന്റ് റൈറ്റിംഗിലേക്ക് മാറി. പിന്നെ പേഴ്സണൽ ബ്രാൻഡിംഗ്, ഫൗണ്ടർ ബ്രാൻഡിംഗ്, ലിങ്ക്ഡിൻ പേഴ്സണൽ ബ്രാൻഡിംഗിലേക്ക് എന്റെ പൊസിഷൻ ഞാൻ ഇവോൾവ് ചെയ്തു. ഞാനിപ്പോൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ട്രെയിനിങ്, കൺസൾട്ടിംഗ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിംഗ് മാനേജ്മെന്റ് ആണ്. താങ്ക് യു മാം ഫോർ ഷെയറിംഗ് അബൌട്ട് യുവർ സെൽഫ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. വൈ ഡിഡ് യു പേഴ്സണലി ചൂസ് ലിങ്ക്ഡിൻ? എന്തുകൊണ്ടാണ്, എന്ത് അഡ്വാൻറ്റേജ് കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ലിങ്ക്ഡിനിൽ പേഴ്സണൽ ബ്രാൻഡ് ചൂസ് ചെയ്തത്? അല്ലെങ്കിൽ ലിങ്ക്ഡിൻ നിങ്ങൾ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തു, പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ് കാരണം എന്ന് പങ്കുവെക്കാൻ പറ്റും? ഓക്കെ, എന്തുകൊണ്ട് ലിങ്ക്ഡിൻ, എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അല്ല? ഓക്കെ, അതായത് എനിക്ക് 2-3 റീസൺസ് ഉണ്ട് ലിങ്ക്ഡിൻ ചൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഞാൻ അത്രയ്ക്ക് വീഡിയോ കംഫർട്ടബിൾ ആയിട്ടൊരു ആളല്ല. അതായത് ഞാൻ പറഞ്ഞു, എന്റെ കരിയർ സ്റ്റാർട്ടിങ് മുതൽ കോണ്ടന്റ് റൈറ്റിംഗ് എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ സ്ട്രെങ്ത് അറിയാം. ലിങ്ക്ഡിൻ ഇപ്പോഴും ടെക്സ്റ്റ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എനിക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ എനിക്ക് എന്റെ റൈറ്റിംഗിൽ കൂടെ അത് എക്സ്പ്രസ് ചെയ്യാനും എനിക്ക് ആ ഐഡിയ ഒരാൾക്ക് ഒന്ന് ടീച്ച് ചെയ്യാനും സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ഡോമിനന്റ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ ചൂസ് ചെയ്തത്. രണ്ടാമത്തെ റീസൺ ഇസ് ഐ ഫൗണ്ട് എ ഗ്യാപ്. അതായത് ലിങ്ക്ഡിന്റെ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് 300+ മില്യൺ ആണ്. അതേസമയം ഇൻസ്റ്റഗ്രാമിന്റെ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് 3 ബില്യൺ ആണ്. സി ദർ ഇസ് എ ഗ്യാപ്. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ടിക്ടോക്ക് തുടങ്ങിയ സമയത്തില്ലേ, ആ സമയത്ത് ഒരു സിനാരിയോ ആണ് ആക്ച്വലി ലിങ്ക്ഡിനിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അന്നേരം ഈ ടിക്ടോക്ക് ചെയ്യാത്തവർ ചെയ്യുന്നവരെ കളിയാക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. ഞാൻ വിചാരിക്കും ഇവരെന്താ ഇങ്ങനത്തെ ഫണ്ണി വീഡിയോസ് ഇടുന്നത്, ഭയങ്കര ക്രിഞ്ച് അല്ലേ, ഇപ്പോഴത്തെ വാക്ക് ക്രിഞ്ച് ഒക്കെ. പക്ഷേ അന്ന് ടിക്ടോക്കിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഇന്ന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അത് സെയിം സിറ്റുവേഷൻ ആണ് ലിങ്ക്ഡിനിൽ. അതായത് ലിങ്ക്ഡിനിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് മൈൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ അത് വൈസായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഗോള് നമുക്ക്, നമ്മുടെ ആ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എന്റെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടന്റ് ആണ് താരം. ലിങ്ക്ഡിനിൽ കോണ്ടന്റ് പ്ലസ് പ്രൊഫൈൽ, ഇത് രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി ലിങ്ക്ഡിനിൽ നിങ്ങളുടെ ബയേഴ്സ്, നിങ്ങളുടെ വെൻഡേഴ്സ്, നിങ്ങളുടെ റിക്രൂട്ടേഴ്സ്, നിങ്ങളുടെ ഐഡിയൽ ക്ലയൻസ് ആരാണ്, അവർ ഓൾറെഡി ലിങ്ക്ഡിനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ കോണ്ടന്റും അലൈൻ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹൈ എൻഡിലുള്ള പ്രൊഫഷണൽസിനെയും, അത് നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 10,000 ഫോളോവേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈലാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹൈ എൻഡ് പ്രൊഫഷണൽസിനെയും ഡയറക്റ്റ് നിങ്ങൾക്ക് DM ചെയ്യാം. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനുള്ള ചാൻസ് 96% ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമുക്കത് ഇൻസ്റ്റഗ്രാമിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഇപ്പോഴും ഫോളോവേഴ്സ് കൗണ്ട് മാറ്റർ ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കൊളാബറേഷൻസ് കിട്ടണമെങ്കിൽ. പക്ഷെ ലിങ്ക്ഡിൽ കുറച്ചും കൂടി നേരെ തിരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു ടെക്സ്റ്റ് ഡോമിനന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോഴും. ഇവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ലിങ്ക്ഡിൻ ഇൻസ്റ്റഗ്രാമിനേക്കാളും എൻ്റെ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനും എൻ്റെ വിസിബിലിറ്റിക്കും വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ഇപ്പോൾ പറയുന്നതാണ്, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ പോലെ അത് ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്തൊക്കെ? പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ഇസ് ദ മസ്റ്റ് കീ. ഓക്കെ, അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ക്വയറീസ് വരാറുണ്ട്, എൻ്റെ കോണ്ടന്റ് ഒന്ന് നോക്കുമോ, ഓക്കെ ആണോ, ഞാൻ ഡെയിലി കോണ്ടന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് റീച്ച് കിട്ടില്ല, അതെന്താ അങ്ങനെ? അപ്പൊ ഞാൻ ആദ്യം ഇവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫൈൽ അല്ല. അതായത് എനിക്ക് ഇവരുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ ഇവരുടെ ഹെഡ്ലൈനിൽ നിന്നോ ബാനറിൽ നിന്നോ അബൌട്ട് സെക്ഷനിൽ നിന്നോ എനിക്ക് ഇവർ ആരാണ്, ഇവരെന്താ ചെയ്യുന്നത്, ഇവരെന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ പ്രൊഫൈൽ, ഇവരുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇവർ എന്ത് തരം ക്ലയൻസിനാണ് ഇവർ ഡീൽ ചെയ്യുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒരു അൺക്ലിയർ പ്രൊഫൈലും അൺക്ലിയർ പൊസിഷനിങ്ങുമാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര കോണ്ടന്റ് ഇട്ടാലും, നമ്മുടെ കോണ്ടന്റ് എത്ര വൈറൽ ആയാലും, ഒരു പോസ്റ്റ് വൈറലായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമന്റിന് നല്ലൊരു ഇംപ്രഷൻസ് കിട്ടി, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ വിസിറ്റർ നമ്മുടെ പ്രൊഫൈലിൽ വരും. അപ്പോൾ ഒരു വിസിറ്റർ നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പോൾ ഒരു 5 to 6 സെക്കൻഡിനുള്ളിൽ ഇയാൾ ആരാണ്, ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഇയാൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, ഇയാളുടെ ക്ലയൻസ് ആരാണ്, ഇയാൾ എന്തൊക്കെയാണ് ഇയാളുടെ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന്, ഫ്രം നമ്മുടെ ബാനറിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാകാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ സക്സസ്. കാരണം പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ പൊസിഷനിങ് ക്ലിയർ ആക്കണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലിങ്ക്ഡിൻ. അവിടെ ബാനർ മാത്രമല്ല, ബാനർ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, നമ്മുടെ ഹെഡ്ലൈൻ, നമ്മുടെ അബൌട്ട് സെക്ഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, സ്കിൽസ്, റെക്കമെൻഡേഷൻ എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യുന്നു. ചിലർ വിചാരിക്കും കീവേഡ് സ്റ്റഫിംഗ് ആണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കീവേഡ്സ് ഈവൻലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മുടെ അബൌട്ട് സെക്ഷനിൽ നമ്മുടെ മെയിൻ കീവേഡ് എന്താണോ അത് നമ്മൾ 2 times നമ്മുടെ അബൌട്ട് സെക്ഷനിൽ നമ്മൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മൾ സെർച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ ഹാക്സ് ഉണ്ട്. നമ്മുടെ പ്രൊഫൈൽ ഫുള്ളായിട്ട്, നമ്മൾ 100% നമ്മുടെ പ്രൊഫൈൽ ക്ലിയർ ആയിട്ട്, നമ്മുടെ ക്ലിയർ നീഷ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ വിസിബിലിറ്റിക്ക് അത് വളരെയധികം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല, നമ്മൾ ഹെഡ്ലൈനിലാണെങ്കിൽ പോലും ഒരു ഫസ്റ്റ് 60 to 90 ക്യാരക്ടേഴ്സ്, വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വേർഡ്സ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ആദ്യത്തെ 60 മുതൽ 90 ക്യാരക്ടേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനോ കഴിഞ്ഞാൽ അത് ഈസ് ഈക്വൽ ടു സക്സസ്. സോ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ് നമ്മൾ ലിങ്ക്ഡിനിൽ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രൊഫൈൽ ഒരു നീഷിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്, നമ്മുടെ മെയിൻ സർവീസ് എന്താണെന്ന് കീവേഡായിട്ടും വിഷ്വലി ആയിട്ടൊക്കെ ആ ഒരു ഇതിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഡൗട്ടാണ്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് റിസീവ് ചെയ്തിട്ടുള്ളൊരു ഡൗട്ടാണ്. നമുക്ക് മൾട്ടിപ്പിൾ നീഷസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് ഏരിയയിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ നീഷിലേക്ക് ലിങ്ക്ഡിൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെർട്ടിക്കൽസ് ആയിട്ട് മറ്റ് സ്കിൽസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സ്കിൽസിന് വേറെ വേറെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു കോണ്ടന്റ് സ്ട്രാറ്റജി ആയാലും പോസ്റ്റിംഗ് സ്ട്രാറ്റജി ആയാലും ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നീഷസ് ഉള്ള ആളുകൾ എങ്ങനെയാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ലിങ്ക്ഡിൻ ഉണ്ടാക്കാം എന്നുള്ളതൊരു ഡൗട്ട്. ഈ മൾട്ടിപ്പിൾ നീഷ് ഉണ്ടാകുക ഒരു പ്രശ്നമല്ല. അതായത് നമുക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഹോബീസ്, മൾട്ടിപ്പിൾ സ്കിൽസ് എല്ലാം ഉണ്ടാവും. പക്ഷെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിന് കൃത്യമായി ഒരു പ്രോബ്ലത്തിൽ നമ്മളെ ടൈ ചെയ്യാൻ കഴിയണം. അതായത് നമ്മുടെ ഓഡിയൻസിന് പറയാൻ പറ്റണം, ഓക്കെ, ഷീ ഓർ ഹീ ഈസ് ഗുഡ് അറ്റ് ദിസ്. അത്രയും ക്ലാരിറ്റി നമ്മുടെ പൊസിഷനിങ്ങിൽ വേണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു തരംഗമാണല്ലോ. അപ്പോൾ കൂടുതലും ലിങ്ക്ഡിനിൽ കാണുക, മേ ബി ഇന്ന് അവർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എഴുതും, നാളെ അവർ എഴുതുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചായിരിക്കും, മറ്റന്നാൾ അവർ എഴുതുക ഫൗണ്ടർ ബ്രാൻഡിങ് ആയിരിക്കും, പിന്നെ അവർ എഴുതുക ഫോട്ടോഗ്രാഫിയെ കുറിച്ചായിരിക്കും. അപ്പൊ എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ നമുക്ക് എന്തും എഴുതാം, പക്ഷെ പ്രശ്നം നമ്മുടെ കോണ്ടന്റ് കണ്ടിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരു ക്ലാരിറ്റി കിട്ടില്ല, ഒരു ക്ലിയർ ആയിട്ടൊരു പ്രോബ്ലം ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ആക്ച്വലി നമ്മളോട് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് 1 പൊസിഷനിങ്, മൾട്ടിപ്പിൾ സബ് നീഷ്. അതായത്
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പൊസിഷൻ ചെയ്ത് ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ മെയിൻ നീഷ്. നിങ്ങൾക്ക് എൻ്റെ ഹെഡ്ലൈൻ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ മുൻപ് അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ഹെഡ്ലൈൻ ലിങ്ക്ഡിൻ പൊസിഷനിങ്, അതിലൂടെ കോണ്ടന്റ് റൈറ്റിംഗ്, അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ എൻ്റെ ഓഡിയൻസിന് മനസ്സിലാകില്ല ഈ ഷപ്ന എന്തിലാണ് കുറച്ചും കൂടി എക്സൽ, കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാവില്ല. ഞാനപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ നീഷ് മനസ്സിലാക്കിയിട്ട് ഈ ലിങ്ക്ഡിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ഈ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, കോണ്ടന്റ് റൈറ്റിംഗ്, ഗോസ് റൈറ്റിംഗ്. ഇതൊക്കെ ലിങ്ക്ഡിൻ പൊസിഷനിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും ഒരു പ്രോബ്ലത്തിനെ വേണം നമ്മൾ ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കതിന് സബ് നീഷായിട്ട് ചെയ്യാം, നമുക്ക് സബ് നീഷായിട്ട് നമ്മുടെ മറ്റു കാര്യങ്ങൾ എഴുതാം. പക്ഷെ എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്, നമുക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ടത് ഒരേ ഒരു പ്രോബ്ലം മാത്രമായിരിക്കണം. മൾട്ടിപ്പിൾ നീഷ് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ എപ്പോഴും നമ്മുടെ ക്ലാരിറ്റിയും നമ്മുടെ പൊസിഷനിങ് അതുമായിട്ട് ടൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സി വിയും ലിങ്ക്ഡിനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അതായത് സി വിയുടെ ഒരു ആൾട്ടർനേറ്റീവ് ആണോ ലിങ്ക്ഡിൻ, അല്ലെങ്കിൽ സി വി ഉണ്ടാക്കുമ്പോഴാണ് കുറെ ആൾക്കാർ ലിങ്ക്ഡിൻ ഉണ്ടാക്കുക. അപ്പോൾ അത് ജോബ് ഫൈൻഡിങ്ങിന് മാത്രമായിട്ടാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ ബിയോണ്ട് ദാറ്റ് സംതിങ് ആണോ ലിങ്ക്ഡിൻ? അതൊന്ന് പറയാൻ പറ്റുമോ? അല്ല, സി വിയുടെയും ലിങ്ക്ഡിന്റെയും പേർപ്പസ് ഡിഫറെന്റ് ആണ്. അതായത് നമുക്ക് സി വി നമുക്ക് സ്പെസിഫിക് ജോബ് റോളിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ അതൊരു കമ്പനിക്ക് കൊടുക്കുന്നതാണ്. നമ്മളെ കുറിച്ച് ഇന്നൊക്കെ കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ കൊടുക്കുന്നു. പക്ഷേ ഈ ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ 24/7 നിങ്ങളുടെ പ്രൊഫഷണൽ ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ്. ഒരു റിക്രൂട്ടർ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ കയറുവാണെങ്കിൽ നിങ്ങളുടെ ഫുൾ കാര്യങ്ങൾ, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു, നിങ്ങൾ പ്രസന്റിൽ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെ ഔട്ട്കം അച്ചീവ് ചെയ്തു, നിങ്ങൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും റെഫറൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ കോണ്ടന്റ്സിലൂടെ നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 24 hours നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ഫുൾ ഐഡന്റിറ്റി ലിങ്ക്ഡിൻ വഴി നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന റിക്രൂട്ടേഴ്സിന് കിട്ടും. സോ സി വിയും ലിങ്ക്ഡിനും രണ്ട് പേർപ്പസ് ആണ് ചെയ്യുന്നത്. രണ്ടും ഉണ്ടെങ്കിൽ നല്ല കാര്യം, രണ്ടും പക്ഷെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, വെൽ സ്ട്രാറ്റജിക് ആയിട്ട് വേണം നമ്മൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട്. ഇനി ലിങ്ക്ഡിനിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ എങ്ങനത്തെ ഒരു കണ്ടന്റ് ആണ് ലിങ്ക്ഡിനിൽ കൂടുതൽ വർക്ക് ആവുക? ഉദാഹരണം, ലിങ്ക്ഡിനിൽ നമ്മൾ ഒരുപാട് ഒരു ഷോ ഓഫ് പോലെ കാണിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത്, ഇപ്പൊ ലിങ്ക്ഡിനിൽ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏത് തരത്തിലുള്ള പോസ്റ്റാണ് ലിങ്ക്ഡിനിൽ വർക്ക് ആവുക, എങ്ങനത്തെ ഐഡിയാസ് ആണ് അല്ലെങ്കിൽ എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യേണ്ടത്, നമുക്ക് റീച്ച് ആയാലും ഓഡിയൻസ് ആയാലും എൻഗേജ്മെന്റ്സ് ആയാലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്? ഏത് ഫോമാറ്റ് ആണ്, ഏത് ടൈപ്പ് കോണ്ടന്റ് ആണ് ബെസ്റ്റ് എന്നല്ലേ? ഓക്കെ, എനി ഫോമാറ്റ് വർക്ക്സ് ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ വെൽ. ട്രൈ ടു ഇൻഫ്യൂസ് ഇമോഷൻ ഇൻ യുവർ ഹുക്ക്. അതായത് നമ്മുടെ ബേസിക് ഹ്യൂമൻ ഇമോഷൻസ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ബേസിക് ഹ്യൂമൻ ഇമോഷൻസ് കാണും. ട്രൈ ടു ഇൻക്ലൂഡ് വൺ ഓഫ് ദം ഇൻ യുവർ ഹുക്ക്. നമ്മൾ ഇമോഷൻസ് ആഡ് ചെയ്ത് നമ്മൾ ഹുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസിനെ സീ മോർ ക്ലിക്ക് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ഹ്യൂമൻസ് ആണ് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം. അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഹ്യൂമൻ ടു ഹ്യൂമൻ കോണ്ടന്റ്സ് ആണ് എപ്പോഴും വർക്ക് ആവുക. എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും എവർഗ്രീൻ കോണ്ടന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് ഈസ് യുവർ ലിവ്ഡ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലിവ്ഡ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ, നിങ്ങളുടെ സക്സസ്, അല്ലെങ്കിൽ ഒരു ക്ലയന്റുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ്, നിങ്ങളൊരു സെഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് കളിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ്, അതാണ് ഹ്യൂമൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എവർഗ്രീൻ കോണ്ടന്റ്, ലിവ്ഡ് എക്സ്പീരിയൻസ്, ഇത് രണ്ടുമാണ് എപ്പോഴും ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക്ഔട്ട് ആവുന്നത്. ലിങ്ക്ഡിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പോസ്റ്റിംഗ് പോലെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയുള്ള അക്കൗണ്ടുകളിലാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്? നമുക്ക് എൻഗേജ്മെന്റ് ആയാലും പ്രൊഫൈൽ വിസിറ്റ് ആയാലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് യൂസ്ഫുൾ ആണെന്ന് പറയും. എങ്ങനത്തെ കമന്റ് ആണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ അക്കൗണ്ടുകളിലാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനത്തെ കമന്റ്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ലിങ്ക്ഡിനിൽ മെയിൻ ആയിട്ട്? എന്തായിരിക്കണം എൻഗേജ്മെന്റ് സ്ട്രാറ്റജി, കമന്റിംഗ് സ്ട്രാറ്റജി? ഓക്കെ, ഇപ്പോൾ ഒരു ബിഗിനർ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ ഫീൽഡിൽ വരുന്ന എല്ലാ പോസ്റ്റും കമന്റ് ചെയ്യും, എല്ലാത്തിലും എൻഗേജ് ചെയ്യും. ഞാൻ അങ്ങോട്ട് കുറേ കണക്ഷൻ റിക്വസ്റ്റ് അയക്കും, DM അയക്കും. പിന്നെ മനസ്സിലായി ഞാൻ ഏറ്റവും വലിയൊരു പൊട്ടത്തുര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതായത് ഞാൻ നേരത്തെ പോസ്റ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, കമന്റ് ഇഫ് യു ഹാവ് സംതിങ് ടു സേ. അത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ഡെയിലി എനിക്ക് 10 കമന്റ് ചെയ്യണം. ഡെയിലി ചിലർക്ക് 100 കമന്റ്സ് ഡെയിലി ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയും എന്തിന്
എന്താണ് അതുകൊണ്ട് യൂസ് എന്താണ് ആക്ച്വലി? നമ്മൾ നമ്മുടെ ഫീഡിൽ വരുന്ന എല്ലാത്തിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി റീച്ച് കിട്ടും. നമ്മൾ ബിഗ് ക്രിയേറ്റേഴ്സിൽ കമന്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ തിരിച്ചും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഞാൻ പറയും, നമ്മൾ ബിഗിനർ ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കമന്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ബിഗ് ക്രിയേറ്റേഴ്സിനെ കമന്റ് ചെയ്യാം. കാരണം ബിഗ് ക്രിയേറ്റേഴ്സിനെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കമന്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ കമന്റിന്റെ ഇംപ്രഷൻസ്, വിസിബിലിറ്റി കൂടും. മേ ബി അടിപൊളി കമന്റ് ആണെങ്കിൽ ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കമന്റ് ചെയ്യാതെ നിങ്ങളുടെ ഫീഡിൽ വരുന്ന നിങ്ങളുടെ നീഷുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കോണ്ടന്റ്സ്, നിങ്ങളുടെ ക്ലയൻസിന്റെ പ്രൊഫൈല്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ക്ലയൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കമന്റ് ചെയ്യുക. ഒരു പോസ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് കമന്റ് ആക്കുക. ഓക്കെ, കമന്റിങ് തന്നെ അല്ല വെറുതെ ഓസം പോസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്, നൈസ് സ്ട്രാറ്റജി അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള POV ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. കാരണം അങ്ങനെ കമന്റ് ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് പോസ്റ്റിംഗ് ആൻഡ് കമന്റിങ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അവിടെ നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ പേഴ്സണലി ഒരു 3 to 5 years ആയിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് വന്നിട്ടുള്ള ലിങ്ക്ഡിൻ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ബിഗിനർ ആയ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ലിങ്ക്ഡിൻ മിസ്റ്റേക്ക് അത് നമ്മുടെ ഓഡിയൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി ലിങ്ക്ഡിൻ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ലിങ്ക്ഡിനിൽ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വലിയ മിസ്റ്റേക്കാണ് പോസ്റ്റിംഗ് ആൻഡ് പൊസിഷനിങ്. അതായത് പോസ്റ്റിംഗ് ഡെയിലി ആൻഡ് ടോക്കിംഗ് ഫോർ എവ്രി വൺ. നമുക്കാദ്യം പോസ്റ്റിംഗിലേക്ക് വരാം. ഞാൻ ആദ്യമൊക്കെ 7 ദിവസവും ആഴ്ചയിൽ 7 ദിവസവും പോസ്റ്റ് ചെയ്യും. അപ്പൊ എന്റെ വിചാരം നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പോസ്റ്റിന് റീച്ച് കിട്ടുള്ളൂ, ആ ഒരു റീകോളബിലിറ്റി, ആ ഒരു വൈറാലിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ അതിന് പകരം എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ പോസ്റ്റിങ്ങിൽ, എന്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷർ വരാൻ തുടങ്ങി. അതായത് ഡെയിലി പോസ്റ്റ് ചെയ്യണം, ഡെയിലി ഐഡിയാസ് വരണം. ഞാനവിടെ എന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് തുടങ്ങി. എങ്ങനത്തെ പോസ്റ്റുകളിലായിക്കോട്ടെ, വരുന്നത് എന്റെ മനസ്സിൽ തോന്നുന്നത്, എനിക്ക് എവിടെയെങ്കിലും കാണുന്ന തോന്നുന്നതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വന്നു. അപ്പൊ ആരെങ്കിലും എന്റെ പ്രൊഫൈലിൽ വന്നാലും അവർക്ക് എന്നെ കൃത്യമായിട്ടൊരു പ്രോബ്ലം ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുട്ടി എന്താ പറയുന്നത്? കാരണം എല്ലാം വായി തോന്നി എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് ആക്ച്വലി എനിക്കൊരു പ്രഷർ ആയിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി, ഡോണ്ട് പ്രഷർ യുവർ സെൽഫ് ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് പോസ്റ്റിംഗ്. അതായത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ് എനിക്കിപ്പോൾ മെയിൻ. ഞാൻ 4x a week, ഞാൻ ആഴ്ചയിൽ 4 ദിവസമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതും ഇഫ് ഐ ഹാവ് സംതിങ് ടു സേ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യൂ. അതിനോടൊപ്പം മെയിൻ കാര്യം, ഞാൻ അവൈലബിൾ ആണ്, ഞാൻ എന്റെ ഓഡിയൻസിന് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ടാമത് പൊസിഷനിങ്. ഞാൻ തുടക്ക സമയത്ത് ഞാൻ എല്ലാവർക്കും വേണ്ടി കോണ്ടന്റ്സ് ചെയ്തു. റിക്രൂട്ടേഴ്സ്, ജോബ് സീക്കേഴ്സ്, സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, ഓണ്ടർപ്രണേഴ്സ്, ഫൗണ്ടേഴ്സ്, സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, എല്ലാവർക്കും വേണ്ടിയും ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എന്റെ പൊസിഷനിങ് അവിടെ അൺക്ലിയർ ആയി. ഞാൻ അതിനുശേഷം മെല്ലെ മെല്ലെ ട്രാൻസിഷൻ ചെയ്ത് എന്റെ നീഷ് ഇവോൾവ് ചെയ്ത് എന്റെ നീഷ് ഞാൻ ക്ലിയർ ആക്കിയപ്പോൾ ഞാൻ എന്റെ പൊസിഷനിങ് ടൈറ്റ് ചെയ്തു. അതിനുശേഷം എന്റെ പ്രൊഫൈല് കൃത്യമായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് എന്റെ ഓഡിയൻസിന് ടൈപ്പ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എന്റെ ഈ പോസ്റ്റിങ്ങും പൊസിഷനിങ്ങും ഞാൻ ക്ലിയർ ആക്കിയപ്പോൾ എന്റെ പ്രൊഫൈലിന് നല്ലൊരു ഗ്രോത്ത് എനിക്കതിന്റെ സ്വയമായിട്ട് മനസ്സിലാകാൻ തുടങ്ങി.